തേങ്ങാപ്പാൽ ശർക്കര പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി 1 കപ്പ് നല്ല കട്ടിക്ക് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. അര കപ്പ് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ, അര ടീസ്പൂൺ ഏലക്കപ്പൊടി, 4 മുട്ട. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ചേർക്കുന്നുണ്ട്. അത് ഈ പുഡിങ് റെഡിയായതിനു ശേഷം അവസാനമാണ് ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വേണമെങ്കിലും ചേർക്കാം. നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പാത്രം നെയ്യ് തടവി മാറ്റി വയ്ക്കാം. കുറച്ച് പാത്രത്തിലേക്ക് വെള്ളം നന്നായിട്ട് ചൂടാക്കണം. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഡ്ഡലി തട്ടൊന്ന് കമഴ്ത്തി വയ്ക്കണം. അതിൻ്റെ മുകളിലേക്ക് ഈ പുഡിങ്ങിൻ്റെ കൂട്ടൊഴിച്ച പാത്രം വെച്ച് അടച്ചു വയ്ക്കാം. അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഈ ഒരു പാകത്തിന് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളുമാണ്. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മുകളിൽ വിതറാനായിട്ട് ഇത് വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഡ്ഡലി തട്ട് കമഴ്ത്തി അതിൻ്റെ മുകളിലേക്ക് പുഡിങ് ഒഴിച്ച പാത്രം വെച്ച് അടച്ചു വയ്ക്കാം. ഇത് അരമണിക്കൂർ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അതിൽ മുട്ടയുടെ അംശമൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ചൂട് മാറാനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷം അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും മുകളിൽ വിതറി കട്ട് ചെയ്തെടുക്കാം. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്.